നമസ്കാരം. ഒത്തിരി താമസിച്ചു ഇന്നത്തെ വീഡിയോയുടെ. ഇന്നലെ ഇടേണ്ടായിരുന്നു. സോറി, എല്ലാ പ്രാവശ്യവും സോറി പറയുന്നുണ്ട്. എന്നാലും ഇന്നൊരു വലിയ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കാരണം എല്ലാവരെയും വീട്ടിലും ബിസിനസ് സ്ഥാപനങ്ങളിലും ഓഫീസുകളിലൊക്കെ നമ്മൾ ലാഫിംഗ് ബുദ്ധ ഉപയോഗിക്കാറുണ്ട്. അതിൽ നമുക്ക് ഉപയോഗിക്കുന്ന ലാഫിംഗ് ബുദ്ധ നമുക്ക് സൂട്ടബിളാണോ അല്ലയോ, അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. എല്ലാവരും ലാഫിംഗ് ബുദ്ധ ലാവിഷായിട്ട് വാങ്ങിച്ചിട്ട് വീടുകളിൽ കൊണ്ടുപോയിക്കും. ചില ലാഫിംഗ് ബുദ്ധകളൊക്കെ നെഗറ്റീവ് എഫക്റ്റ് ഒന്നും ഒരിക്കലും ചെയ്യില്ല, നമുക്കത് ഉപയോഗമില്ലാതായി തീരും. ഉദാഹരണം, നമുക്കൊരു ബിസിനസ് സ്ഥാപനമാണ് നമ്മൾ നടത്തുകയാണെങ്കിൽ അവിടെ കൊണ്ടുവന്ന് നമ്മൾ ഒരു സാധാരണ നോർമലി ഉള്ളൊരു ലാഫിംഗ് ബുദ്ധ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ നമുക്കൊരു ഇൻകം സോഴ്സ്, ഒരു ബാങ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്നവരാണെങ്കിൽ അവിടെ അതിന് സൂട്ടബിളായിട്ടുള്ള ലാഫിംഗ് ബുദ്ധയാണ് വയ്ക്കേണ്ടത്. ഒരു ബ്യൂട്ടി പാർലറാണ് പ്രവർത്തിക്കുന്നതാണെങ്കിൽ അതിന് സൂട്ടബിളായിട്ടുള്ള ലാഫിംഗ് ബുദ്ധ വയ്ക്കണം. അതേപോലെ ഓരോ സ്ഥാപനം, ഒരു ഹോട്ടലാണ് നടത്തുന്നതെങ്കിൽ അതിന് സൂട്ടബിളായിട്ടുള്ള ലാഫിംഗ് ബുദ്ധയാണ് വയ്ക്കേണ്ടത്. നമ്മളൊരു വാഹനം ഓടിക്കണേ, വാഹനത്തിൽ വയ്ക്കേണ്ട ലാഫിംഗ് ബുദ്ധ അതിന് സൂട്ടബിളായിട്ടുള്ള ലാഫിംഗ് ബുദ്ധ വയ്ക്കണം. 10-27 ഐറ്റം ലാഫിംഗ് ബുദ്ധകളുണ്ട്. അതിൽ നമുക്ക് സൂട്ടബിളായിട്ടുള്ള ലാഫിംഗ് ബുദ്ധ ഏതാണ് എന്നൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ വച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഗുണങ്ങളുണ്ടാവും. ഒരിക്കലും ഒരു ലാഫിംഗ് ബുദ്ധ ഒരു വീട്ടിൽ ഇരുന്നെന്ന് പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് എഫക്റ്റ് ഒരിക്കലും ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ലാഫിംഗ് ബുദ്ധ വാങ്ങിച്ച് വെച്ചിരിക്കുന്നവരൊന്നും ടെൻഷനൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾക്കത് ഗുണകരമാണോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ലാഫിംഗ് ബുദ്ധ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഗുണങ്ങൾ നമുക്ക് കിട്ടും. നിങ്ങളുടെ ആവശ്യം എന്താണ്, അതിനനുസരിച്ചുള്ള ലാഫിംഗ് ബുദ്ധ. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സിൽ ഞാൻ വിശദമായിട്ട് പറയുന്നത്. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമഠ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷി ഡയറക്ടറുമാണ്. നിങ്ങൾക്ക് വാസ്തുവിനെക്കുറിച്ചോ ജ്യോതിഷത്തെക്കുറിച്ചോ അറിയണമെങ്കിൽ എന്നെ വിളിച്ചോളൂ. നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിലും എന്നെ വിളിച്ചോളൂ. ഓക്കെ, എല്ലാ പ്രാവശ്യം വിളിച്ചവരെ പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അതുകൊണ്ട് ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. നിങ്ങളുടെ നാളെയും മറ്റന്നാളും 2025 മാർച്ച് മാസം 22-ാം തീയതി കൊല്ലവർഷം 1200-ാം ആണ്ട് മീനമാസം 8-ാം തീയതി ശനിയാഴ്ച നാളെ. ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:28 സൂര്യോദയം. വൈകുന്നേരം 6:29 സൂര്യാസ്തമയമാണ്. രാഹുലം 9:28 10:58 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 12:04 12:26 മധ്യയാണ്. മുഹൂർത്തം 12:30 12:52 മധ്യയാണ്. ഗുളികനുദയം 6:28 7:58 മധ്യയാണ്. യമകണ്ഠ സമയം 1:58 3:28 മധ്യയാണ്. ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം. മൂലം നക്ഷത്രയുടെ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ്. എന്നാലും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ, കിരീടധാരണം, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു നൃത്തത്തിനും അതേപോലെ തന്നെ ആയുധകലകൾ അഭ്യസിപ്പിക്കുവാനും വാസ്തുകലകൾക്ക് ശില്പകർമ്മങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ്. അതേപോലെ തന്നെ വനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാനും അതായത് പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. അപ്പം എല്ലാം കൊണ്ടൊരു ദിവസമാണ്. പക്ഷേ വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. വാസ്തുകർമ്മങ്ങളൊക്കെ കുഴപ്പമില്ല. എപ്പോഴും പറയാറുണ്ട്, ചില ദിവസങ്ങൾ നമുക്ക് തലമുടി നഖമൊന്നും വെട്ടാൻ പാടില്ല എന്ന് പറയാറുണ്ട്. നാളത്തെ ദിവസം അത് പാടില്ല. മറ്റൊരു കാര്യം അറിയിക്കേണ്ടത്, സൂര്യദേവമഠ കുബേരാശ്രമത്തിൽ കളരിയിൽ നിന്ന് വിഷ്ണുമായ സ്വാമിയെ മൂലസ്ഥാനത്ത് നിന്ന് കളരിയിലേക്ക് മാറ്റിയതിൻ്റെ 41-ാമത്തെ ദിവസമാണ് നാളെ. അതിവിശേഷാൽ പൂജകളും വലിയ കലശവും വലിയ പടുക്കയും ഒക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പൂജയിൽ പങ്കെടുക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം, ഡയറക്റ്റ് വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും നാളും ഒക്കെ അയച്ചു തന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കലശത്തിൽ നിങ്ങളുടെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റും. വിഷ്ണുമായ 41-നുള്ള കലശം. കാരണം 41 കഴിയുമ്പോഴേ ഏത് കാര്യത്തിനും റിസൾട്ട് ഉണ്ടാവുള്ളൂ നമ്മൾ പൊതുവേ പറയുമ്പോൾ. അപ്പം 41 കലശമാണ്, അത് വിശേഷാൽ കലശമാണ്. ചെയ്യാൻ പറ്റുന്നുള്ളവർക്ക് കുറച്ച് ആൾക്കാർക്ക് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞൊരു വീഡിയോ നേട്ടമുണ്ട്, കുറച്ച് ആൾക്കാർക്ക് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കലശം നടത്തുക. നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടനൂർ ദോഷം, വസുപുഞ്ച ദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷമുണ്ട്. നമുക്ക് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടനൂർ ദോഷമുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം. 2025 മാർച്ച് മാസം 23-ാം തീയതി കൊല്ലവർഷം 1200-ാം ആണ്ട് മീനം 9 ഞായറാഴ്ചയാണ്. ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:27 സൂര്യോദയം. വൈകുന്നേരം 6:29 സൂര്യാസ്തമയമാണ്. രാഹുകാലം വരുന്നത് 4:57 6:27 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 12:03 12:26 മധ്യയാണ്. മുഹൂർത്തം 12:30 12:52 മധ്യയാണ്. അതേപോലെ തന്നെ യമകണ്ഠ സമയം വരുന്നത് 12:27 1:57 മധ്യയാണ്. ഗുളികനുദയം
3:27 4:57 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. പൂരാട നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. അതിനുമുമ്പ് ഞാൻ ടിപ്സിൽ കൂടെ കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞുതരാം. അല്ലെങ്കിൽ എല്ലാവരും എന്തെന്നറിയോ, സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാരും സ്കിപ്പ് ചെയ്ത് പോകണ്ട. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രാവശ്യം ബിസിനസ്സിൽ സ്ഥാപനങ്ങളിൽ വയ്ക്കുവാൻ പറ്റിയിട്ടുള്ള, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ വയ്ക്കുവാൻ പറ്റിയിട്ടുള്ള അത്യുത്തമമായിട്ടുള്ള ലാഫിംഗ് ബുദ്ധിയാണ് പറഞ്ഞു തരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒത്തിരി ആയിട്ട് ലാഫിംഗ് ബുദ്ധ നമുക്ക് കിട്ടും. അതിനകത്ത് നമുക്ക് സൂട്ടബിളായിട്ടുള്ള ലാഫിംഗ് ബുദ്ധയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ ബിസിനസ്സിൽ തകർച്ചയോ അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് സ്ഥാപനത്തിൽ കസ്റ്റമേഴ്സിനെ നിലനിർത്തുവാൻ പറ്റാതിരിക്കുകയോ, ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലറൊക്കെ നടത്തുന്നെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കസ്റ്റമർ വന്നുകൊണ്ടിരുന്നും അവർക്ക് നേട്ടമാക്കാം. ചില ആൾക്കാർക്ക് അത് സ്ലിപ്പ് ചെയ്ത് പോകും. അത് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ലാഫിംഗ് ബുദ്ധയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് മണി സ്ട്രിങ് ഉള്ള ലാഫിംഗ് ബുദ്ധൻ. ഇതാണ് ആ ലാഫിംഗ് ബുദ്ധ. കണ്ടോ, ഈ ടൈപ്പ് ലാഫിംഗ് ബുദ്ധയാണ് കൊള്ളാമെന്നുള്ള നല്ലത്. ഇതിനകത്തൊരു പ്രത്യേകതയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി സ്ട്രിങ് ഉണ്ട്, പ്രയർ ബീഡ് ഉണ്ട്. ഇതിനൊക്കെ പുറമേയായിട്ട് കണ്ടോ റൂയിഡത്. ഇതിനെന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂഡോഗിൻ്റെ ഒരു ഇതാണ് ഈ കയ്യിലിരിക്കുന്ന രൂപം, ഫ്യൂഡോഗിൻ്റെ. അപ്പോൾ ഈ പവർഫുള്ളായിട്ടുള്ള ഫ്യൂഡോഗ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു വീടിൻ്റെ കട്ടളയുടെ 2 സൈഡ് ഫ്യൂഡോഗ് വയ്ക്കാറുണ്ട്. കാരണം പുറത്തുനിന്നുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാൻ ഏറ്റവും ഉത്തമം ഫ്യൂഡോഗിനുണ്ട്. അതുമല്ല, നമുക്ക് ഈ പറയുന്ന നെഗറ്റീവ് എനർജി 2-5 കോമ്പിനേഷൻസ് ഒക്കെ വരുന്നിടത്തുനിന്നും ആ എനർജികളെ ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവും ഈ ഫ്യൂഡോഗിനുണ്ട്. അപ്പം അത്രയും പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഇത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ട്രീ ഓഫ് ലക്ക് എന്ന് പറയും. മുതുകിലൊരു ട്രീ ഓഫ് ലക്ക് എന്ന് പറഞ്ഞത് പിടിച്ചിട്ടുണ്ട്, അമ്പർലയുണ്ട്. ഇതൊക്കെ ചേർന്നിട്ടുള്ള ലാഫിംഗ് ബുദ്ധയാണ്. ഇതിനകത്ത് സാമ്പത്തികം നിലനിർത്തിക്കൊണ്ടുപോകാൻ വേണ്ടി പണക്കിഴിയുടെ മുകളിൽ നിൽക്കുന്നതായിട്ടാണ് ഇതിൻ്റെ സിമ്പിൾ വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മണി സ്ട്രിങ് ആണ്. വലിയ കോയിൻ ഉപയോഗിച്ചുള്ള സ്ട്രിങ്ങാണ്. ഈ വലിയ കോയിൻ ഉപയോഗിച്ചുള്ള ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പണത്തിൻ്റെ ഒഴുക്കിന്, നമ്മുടെ സ്ഥാപനത്തിലോട്ടോ നമ്മുടെ വീട്ടിലോട്ടോ ആ പണത്തിൻ്റെ ഒഴുക്കിന് ഒരു ബ്ലോക്കില്ലാതെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവാണ് അതിനകത്തുള്ളത്. വളരെ പവർഫുള്ളാണ്. ഇതിനെ എനർജൈസ് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിൽ വയ്ക്കേണ്ടത്. അപ്പം എനർജൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, അത് ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഈ പ്രയർ ബീഡ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് സമാധാനവും സന്തോഷത്തോടു കൂടി ശത്രുതയൊന്നും കടയിൽ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്. ശത്രുതയൊന്നും അധികം നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് വയ്ക്കേണ്ടത്. ഇത് പ്ലേസ് ചെയ്യേണ്ട രീതിയും ഞാൻ ബാക്കി കൂടെ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് പൂരാട നക്ഷത്രമെന്ന് ഞാൻ പറഞ്ഞു. ഞായറാഴ്ചത്തെക്കുറിച്ചാണ് നോക്കിക്കൊണ്ടിരുന്നത്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ഗ്രഹസംബന്ധമായിട്ടുള്ള കീർത്തി നേടുന്നതിന് കിരീടധാരണത്തിന്, അതായത് എന്തെങ്കിലും പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. നമുക്ക് വീട് വയ്ക്കുവാൻ വേണ്ടി ആരെങ്കിലും തയ്യാറായി നിൽക്കുന്നെങ്കിൽ അവർ വീട് വയ്ക്കുന്നതിന് മുമ്പ് കിണർ കുഴിക്കാറുണ്ട്. അപ്പോൾ കിണർ കുഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. തടാകം, അതേപോലെ തന്നെ നമുക്ക് കൃഷി ആവശ്യത്തിനുള്ള ജല സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ, അതിനുള്ള കുളവും തടാകമൊക്കെ നിർമ്മിക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. കുഴപ്പമില്ല, എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. നല്ല ഒരു ദിവസമായിട്ട് കാണുന്നത്. നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും നോക്കാം. പിണ്ടനൂർ ദോഷം, വസുഭജ ദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷവും അകന്നാൾ ദോഷവും 2 ദോഷങ്ങളാണ് അന്നത്തേക്കുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കി കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ കുറച്ച് നന്നായിരിക്കും. നമുക്ക് ഒരു ദിവസത്തെയും കൂടെ നോക്കണം. കാരണം വെച്ചാൽ നമുക്ക് ഇവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് എനിക്ക് ആ ദിവസം ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അതുകൊണ്ട് ക്ഷമിക്കുക. അതുകൊണ്ട് ഒരു ദിവസം കൂടെ, തിങ്കളാഴ്ചയും കൂടെ നമുക്ക് നോക്കാം. 2025 മാർച്ച് മാസം 24-ാം തീയതി, കൊല്ലവർഷം 1200 ആണ്ട്, മീനം 10-ാം തീയതി തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച സൂര്യോദയം രാവിലെ 6:27 സൂര്യോദയം, വൈകുന്നേരം 6:29 സൂര്യാസ്തമയമാണ്. അതേപോലെ രാഹുകാലം വരുന്നത് 7:57 9:27 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 12:03 12:26 മധ്യയാണ്. മുഹൂർത്തം വരുന്നത് 12:30 12:52 മധ്യയാണ്. ഗുളികൻ ഉദയം വരുന്നത്, യമകണ്ഠ സമയം വരുന്നത് 10:57 12:27 മധ്യയാണ്. ഗുളികൻ ഉദയം 1:57 3:27 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. ഉത്രാടം നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ്. എന്നാലും വാസ്തുകർമ്മങ്ങൾക്ക് കൊള്ളാം. അതൊരു വ്യാപാര സഹകരണം ദീർഘനാൾ പ്രവർത്തനങ്ങൾക്ക് നല്ലതാണ്. സ്ഥാപനത്തിലും മറ്റേ ഗൃഹപ്രവേശത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. കൊള്ളാം, ഒരുവിധം കൊള്ളാം. പക്ഷേ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നടത്താൻ പറ്റാത്തൊരു ദിവസം കൂടിയാണ് ഈ തിങ്കളാഴ്ച ദിവസം. എന്നാലും ഞങ്ങളെപ്പോഴും ഞാൻ പറയാറുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞായറാഴ്ച വൈകുന്നേരം
തിങ്കളാഴ്ച രാവിലെയും വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. പറ്റുമെങ്കിൽ നാളെ ശനിയാഴ്ച നിങ്ങളുടെ വീട്ടിൽ നീരാഞ്ജനം കത്തിക്കുക, അത്യുത്തമമാണ്. നീരാഞ്ജനം കത്തിക്കുമ്പോൾ പല രീതിയിലും കത്തിക്കുക. ഞാൻ അത് വിശദമായിട്ട് പല വീഡിയോയിലും ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടെങ്കിൽ അടുത്ത ശനിയാഴ്ചയുടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അമാവാസിയും കൂടെയാണ്. അടുത്ത ശനിയാഴ്ച ഇനി 7 ദിവസമുണ്ട്. അപ്പം അടുത്ത ശനിയാഴ്ച വരെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളുണ്ട്. അത് മിനിമം ഒരു 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നിങ്ങൾ ചെയ്യണം. അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അടുത്ത ശനിയാഴ്ച എത്തുന്നതിന് മുന്നേ നിങ്ങൾക്ക് സ്വതമേധയാൽ വീട്ടിൽ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളെ ഓറ ക്ലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപ്പും കടുകും മുളകൊക്കെ ഒഴിഞ്ഞിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ചെയ്യാൻ പറ്റുന്ന വേറെ ഐറ്റവും കൂടെ ഞാൻ പറഞ്ഞു തരാം. അടുത്ത ശനിയാഴ്ച നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതും അത്യുത്തമമായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് തിങ്കളാഴ്ചത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടത്തൂർ ദോഷം, വസുമജ ദോഷം, കരിനാർ ദോഷം, പെരുന്നക്ഷ ദോഷം, അകന്നാർ ദോഷം എന്നിവർ അകന്നാർ ദോഷമുണ്ട്. അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാർ ദോഷമുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക, കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക. ദോഷങ്ങളെല്ലാം മാറ്റി, പ്രത്യേകിച്ച് ഈ പറയുന്ന പിതൃദോഷങ്ങളിൽ നിന്നൊക്കെ നമ്മളറിയാതെ നമ്മളെ പിറക്കും തലമുറകളൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റുന്നതാണ് പിതൃദോഷം. അത്രയും ദോഷകരമാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് സക്സസ് ആയിരുന്നാലും പിതൃദോഷം നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയത്തില്ല. നമ്മളെ അട്ടപടലയോടുകൂടി നമ്മളെ നശിപ്പിക്കും. നമ്മുടെ നശീകരണം അറ്റയാക്കിക്കളയും. അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം. പിതൃദോഷം എന്തെങ്കിലും നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ തലനാരിടെ കയറി പരിശോധിച്ച ശേഷം അതിനുള്ള പ്രതിവിധി നിങ്ങൾ ചെയ്തില്ല എങ്കിൽ പിറക്കും തലമുറകളെ അത് വളരെ വളരെ ബുദ്ധിമുട്ടിപ്പിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയത്തോട്ട് വീണ്ടും കിടക്കുകയാണ്. ഇതാണ് ആ ലാഫിംഗ് ബുദ്ധ. ഞാൻ പറഞ്ഞു മണി സ്ട്രിങ് ഉണ്ട്, സാമ്പത്തികം നിലനിർത്തുവാനുള്ള ഈ പണക്കിഴിയുണ്ട്, പ്രയർ ബീഡുണ്ട്, സമാധാനവും സന്തോഷത്തോടു കൂടിയും ബിസിനസ്സിൽ ശത്രുത ഉണ്ടാവാതിരിക്കുവാൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫ്യൂഡോ ഉണ്ട്. എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ലാഫിംഗ് ബുദ്ധയാണിത്. ബിഗ് മണി സ്ട്രിങ് ആണ് ഇതിനകത്തുള്ളത്. അത് നമ്മുടെ സാമ്പത്തികത്തിൻ്റെ ഒഴുക്കിനെ, നമ്മൾ സ്ഥാപനത്തിലോട്ട് വരുന്ന സാമ്പത്തികത്തിൻ്റെ ഒഴുക്കിനെ ബ്ലോക്ക് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ ആർക്കും അത് ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല. ആ ഒഴുക്ക് നല്ല ഫ്ലോയിലായിട്ട് ആ ഒഴുക്ക് വന്നുകൊണ്ടിരിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ മണി സ്ട്രീം. ഇത് പ്ലേസ് ചെയ്യേണ്ട രീതിയുണ്ട്. ഇത് പ്ലേസ് ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ കയറി വരുമ്പോൾ എല്ലാ ലാഫിംഗ് ബുദ്ധയും ലെഫ്റ്റിലോ റൈറ്റിലോ വെച്ചിട്ട് പ്രധാന വാതിലോട്ട് നോക്കിയാണ് വയ്ക്കേണ്ടത്. ഇത് മാത്രം നമ്മൾ ആ സ്ഥാപനത്തിൻ്റെ സെൻറ്ററിൽ മധ്യഭാഗത്ത് വച്ചതിന് ശേഷം പുറത്തോട്ട് നോക്കിയിരിക്കുക. ഇപ്പോൾ ഒരു ഷട്ടറുള്ളൊരു ഷോപ്പാണ് നിങ്ങളുടേതാണെങ്കിൽ അത് ആ ഷട്ടർ നോക്കുമ്പോൾ ആ ഉള്ളിൽ സെൻട്രലായിട്ടാണ് ഈ ലാഫിംഗ് ബുദ്ധ വയ്ക്കേണ്ടത്. നിങ്ങളൊരു ബ്യൂട്ടി പാർലറാണെങ്കിൽ നിങ്ങൾ എൻട്രൻസ് കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ ഒരു ഫ്രണ്ട് ഓഫീസ് ഉണ്ടാവില്ല, റിസപ്ഷനൊക്കെ ഉണ്ടാവില്ല, ആ റിസപ്ഷൻ്റെ സെൻറ്ററിലാണ് വയ്ക്കേണ്ടത്. നിങ്ങളൊരു ഹോട്ടലാണ് നടത്തുകയാണെങ്കിൽ ഹോട്ടലിൽ നമ്മൾ കയറുമ്പോൾ ആ എതിർഭാഗത്ത് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് കൗണ്ടറിൻ്റെ ടോട്ടൽ ലെങ്ത്, ആ ബാക്കിലെ ഭിത്തിയിൽ ടോട്ടൽ ലെങ്ത് എടുക്കുക, അതിലും സെൻട്രലാണ് വയ്ക്കേണ്ടത്. നമ്മുടെ പുറകിൽ സെൻട്രലായിട്ട് വയ്ക്കുക. ഇതെപ്പോഴും ഫേസ് ചെയ്തിരിക്കുന്നുണ്ട്, പുറത്തോട്ടാണ് നോക്കിയിരിക്കേണ്ടത്. പുറത്തോട്ട് നോക്കിയിരിക്കുമ്പോൾ അത്രയും പോസിറ്റീവ് എനർജി നമുക്ക് ഷോപ്പിലോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ലാഫിംഗ് ബുദ്ധയാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇത് ബിസിനസ് ഡെവലപ്പ് ചെയ്യുവാൻ വേണ്ടി, അല്ലെങ്കിൽ സാമ്പത്തികത്തിൻ്റെ ഫ്ലോ നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരുവാൻ വേണ്ടി ഒക്കെ ഉപയോഗിക്കുന്ന ലാഫിംഗ് ബുദ്ധയാണ്. നമ്മുടെ വീട്ടിൽ മറ്റെന്തെങ്കിലും നെഗറ്റീവ് എനർജി കടന്നു വരണമെങ്കിലും അതിനെയും ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഈ ലാഫിംഗ് ബുദ്ധയ്ക്ക് കഴിവുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഈ ലാഫിംഗ് ബുദ്ധ മാത്രം എടുത്ത് വെച്ച് പറയാൻ കാരണം വെച്ചാൽ കുറേ കാലം കൊണ്ട് ഓർഡർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് ആകപ്പാടെ 3 പീസാണ്. എത്രയോ കാലത്തിന് മുന്നേ ഓർഡർ ചെയ്തതാണ്. കാരണം ഇത് റെയറായി, ഇത് കിട്ടാൻ വളരെ പ്രയാസം. ഈ ഫ്യൂഡോ ഉള്ള ലാഫിംഗ് ശ്രദ്ധിച്ച് നോക്കിയുള്ളൂ. ഇതിനകത്തുണ്ടോ ഇതിൻ്റെ രൂപം കണ്ടോ? ഇതൊരു കാണാൻ പറ്റും തോന്നുന്നുണ്ടല്ലേ? ഇത് കണ്ടോ, ഒരു എന്താ പറയുക, ഒരു വ്യാളിയൊക്കെ പോലെ അല്ലെങ്കിൽ ഇരിക്കുന്നൊരു രൂപമാണ്. ഫ്യൂഡോഗിൻ്റെ രൂപമാണത്. അതിൻ്റെ ഒരു സ്റ്റിക്ക് പോലെയാണ് ഇരിക്കുന്നത്. ഇതൊരു പ്രൊട്ടക്ടറാണ്. കാരണം എല്ലാ നെഗറ്റീവ് എനർജിയും ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവാണ് ഇതിൻ്റെ. ഈ സിമ്പിൾ തന്നെ ചില സിമ്പിൾസ് വളരെ വളരെ ഗുണകരമായി വളരെ നമുക്ക് മാറ്റം ഉണ്ടാക്കി തരാൻ ചില സിമ്പിൾസിന് കഴിവുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻ യാങ് എംബ്ലം, ബ്ലൂവും അതേപോലെ റെഡുമായിട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഇൻ യാങ് യന്ത്രം നിങ്ങൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലൊട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെയൊക്കെ തന്നെ ഇതേപോലുള്ള സിമ്പിൾസ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇതെങ്ങനെ എനർജൈസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഇടതുകയിൽ വയ്ക്കാം. ഒരു 3-4 ഗ്ലാസ് വെള്ളം എൻ്റെ മുകളിലോട്ടും കൂടി, റോസ് വാട്ടർ ആയിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ കുറച്ച് തുളസി ഇല ഇട്ട് ഭസ്മം ഇട്ട വെള്ളം. ഭസ്മം അധികം നിങ്ങൾ ഉപയോഗിക്കേണ്ട. കാരണം ഇപ്പം ഭസ്മം ഇട്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈ പറയുന്ന ഈ കളർ ഫെയ്ഡ് ആവുന്നൊരു പരാതി വന്നിട്ടുണ്ട്. ഭസ്മം കെമിക്കലായിട്ടുള്ള ഭസ്മങ്ങൾ നിലവിലിപ്പോൾ കിട്ടുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. റോസ് വാട്ടർ ഒഴിക്കുക. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് തുളസിയില ഇട്ടതിന് ശേഷം ഒരു 3-6 പ്രാവശ്യത്തിനകത്ത് ഒഴിക്കുക.
7 പ്രാവശ്യം ഒഴിച്ചാലും കുഴപ്പമില്ല. 3 ബെറ്റർ. 3 പ്രാവശ്യം ഒഴിച്ചേക്കുക. ഒഴിച്ചതിന് ശേഷം ഒരു ചന്ദനത്തിൽ കത്തിരിച്ച് ഇങ്ങനെ പിടിക്കാം. ആൻറ്റി ക്ലോക്ക് വൈസിൽ ഒരു 6 പ്രാവശ്യം, നേരത്തെ 4 ഞാൻ പറഞ്ഞത്, ഒരു 6 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. ഒന്ന് ചന്ദനത്തിൽ നിന്ന് കുടയുക. ക്ലോക്ക് വൈസിൽ 9 പ്രാവശ്യം, ആൻറ്റി ക്ലോക്ക് വൈസിൽ 6 പ്രാവശ്യം, ക്ലോക്ക് വൈസിൽ 9 പ്രാവശ്യം. ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ തിരിച്ചിങ്ങനെ 6 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. ചന്ദനത്തിൽ നിന്ന് കുടയുക, വീണ്ടും പിടിക്കുക, ക്ലോക്ക് വൈസിൽ 9 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. എന്നതിന് ശേഷം ഇത് ഒരു പറ്റുമെങ്കിൽ ഒരു യെല്ലോ കളർ ക്ലോത്തോ അല്ലെങ്കിൽ റെഡ് കളർ ക്ലോത്തോ വിരിച്ച് ഒരു ചെറിയൊരു പ്ലേറ്റോ ഒരു പീഠം പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് അവിടെ വയ്ക്കുക. സ്ഥാപനത്തിൽ ഞാൻ പറഞ്ഞ പോയിന്റിൽ വയ്ക്കുക. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. നമുക്ക് അങ്ങനെ വച്ച് കഴിഞ്ഞ് അപ്പുറത്ത് എനർജീസായി ഒക്കെ അവിടെ വച്ചു ഡെയിലി ഒരു ചന്ദനത്തിലേക്ക് ഫ്രണ്ടിലൂടെ കത്തിച്ച് വയ്ക്കും. കുബേരവിളക്കുണ്ട്, കുബേരവിളക്ക് വേണമെങ്കിൽ കത്തിച്ച് ഇത്തിരി നേട്ടം ഉണ്ടാവും. അത് വീടുകളിലാണ് കൂടുതൽ, സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ചന്ദനത്തിൽ കത്തിച്ച് വയ്ക്കുക. വെച്ചതിന് ശേഷം ഇദ്ദേഹവുമായിട്ട് നിങ്ങളൊരു എഗ്രിമെൻ്റ് എടുക്കുക. എഗ്രിമെൻ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇന്നൊരു 1000 രൂപയുടെ ബിസിനസ് നടന്നു എന്ന് വെച്ചോളൂ. നിങ്ങളൊരു 1 രൂപ ഇദ്ദേഹത്തിന് കൊടുക്കാം. 1 രൂപ ഇദ്ദേഹത്തിന് കൊടുക്കാം. അല്ലെങ്കിൽ 1000 രൂപയുടെ ബിസിനസ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ 100 കൊടുക്കും. നിങ്ങൾക്ക് എത്ര വേണം കൊടുക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 1 രൂപ വെച്ച് കൊടുത്താൽ മതി. 1 രൂപ ഇദ്ദേഹത്തിന് കൊടുത്തു. നാളെ ഇദ്ദേഹത്തിന് 2 രൂപ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് 2000 രൂപയുടെ ബിസിനസ് ഇദ്ദേഹം ഉണ്ടായിത്തരും. മനസ്സിലാകുന്നുണ്ട്? അങ്ങനെ ഈ കൂട്ടി വയ്ക്കുന്ന കാശിനെ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ദിവസം, ഇപ്പം 41 ദിവസത്തിലൊരിക്കൽ 21 ദിവസത്തിനകത്ത് ആ കാശെടുത്തതിന് ശേഷം ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാം. ഈ പാവപ്പെട്ടവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഭിക്ഷയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ സൈഡിൽ ഇരിക്കും, അവർക്ക് ഫുഡ് കൊടുക്കുക. അവർക്ക് ഫുഡ് കൊടുക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് തിരിച്ചു വന്നിട്ടല്ല കൊടുക്കേണ്ടത്. ആദ്യം അവരെത്ര പേരുണ്ടെന്ന് അവിടെ നിന്ന് എണ്ണിയതിന് ശേഷം തൊട്ടടുത്തുള്ള കടയിൽ ചെന്നിട്ട്, ഇപ്പോൾ ഒരു 5 പേരുണ്ടെങ്കിൽ 5 പൊതി കാപ്പിയോ ചോറോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്ന് ഈ 5 പേർക്കും കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരെ കൂടെ പല പല യോഗികളും അവരുടെ കൂടെ ഉണ്ടാവും. അവരൊരു എക്സ്പ്രഷൻ കാണണം. ആ ഫുഡ് കിട്ടുമ്പോൾ അവരുടെ ഒരു സന്തോഷവും ആ ഒരു മുഖത്തുണ്ടാകുന്ന തിളക്കം കാണണം. മതി, ഭഗവാൻ അനുഗ്രഹിച്ചു. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ. ഭക്ഷണം കൊടുക്കുക, ആർക്കും ദാനം കൊടുക്കരുത്. ഈ കാശ് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. ഓക്കെ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദമായിട്ട് അറിയണമെങ്കിൽ എന്നെ വിളിച്ചോളൂ. ഒത്തിരിയായി. ഓക്കെ, നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. പറ്റുമെങ്കിൽ നാളെ വരിക. നാളെ നമ്മുടെ വിശേഷാൽ കുബേരപൂജയൊക്കെ നടക്കുന്ന ദിവസമാണ്. അടുത്ത ശനിയാഴ്ചയും കുബേരപൂജയും അമാവാസി പൂജയുണ്ട്. ഈ ശനിയാഴ്ച കുബേരപൂജയും 41 ചടങ്ങുകളുണ്ട്. എല്ലാവരും സൂര്യദേവയുടെ കുബേര ആശ്രമത്തോട്ട് വരിക. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.